നമസ്കാരം. ഒരു ഇന്ത്യൻ നഗരത്തിൽ പണിയാൻ ഉദ്ദേശിക്കുന്ന ടണൽ റോഡ് പദ്ധതിയെക്കുറിച്ചാണ് ഈ വീഡിയോ. ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ അത് ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ടണൽ റോഡ് പദ്ധതിയായിരിക്കും. ബംഗളൂരുവിലാണ് ഇത്തരത്തിലൊരു ടണൽ റോഡ് ശൃംഖല പണിയാൻ ഉദ്ദേശിക്കുന്നത്. കർണാടക ഉപമുഖ്യമന്ത്രി ശ്രീ DK ശിവകുമാർ ആണ് ഈ ആശയത്തിന് പിന്നിൽ. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ബാംഗ്ലൂർ നഗരം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഗതാഗതക്കുരുക്ക്. അതിനൊരു ശാശ്വത പരിഹാരമായിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒന്നാം ഘട്ടത്തിൽ 195 കിലോമീറ്റർ ആണ് പണിയുക. ഇതിൽ തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറുമായി 2 ഇടനാഴികൾ കാണും. തെക്ക് വടക്ക് ഇടനാഴി യലഹാങ്കയും സെൻട്രൽ സിൽക്ക് ബോർഡിനെയും തമ്മിൽ യോജിപ്പിക്കും. മെഗ്രി സർക്കിളിനെയും കന്റോൺമെന്റിനെയും തമ്മിൽ യോജിപ്പിക്കുന്നതായിരിക്കും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി. ഏകദേശം 30,000 കോടി രൂപയാണ് പദ്ധതി ചെലവായി കണക്കാക്കുന്നത്. മറ്റേതൊരു പദ്ധതിയുടെ കാര്യത്തിലും എന്നതുപോലെ ഈ പദ്ധതിക്കും എതിർപ്പുമായി ചില സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പദ്ധതി ഒരു വെള്ളാനയാണെന്നും അത് സംസ്ഥാനത്തെ മുടിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നതാണ് അവരുടെ വാദം. എന്നാൽ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് ഒരു പൈലറ്റ് പദ്ധതി എന്ന നിലയ്ക്ക് 2 കിലോമീറ്റർ ദൂരം ടണൽ റോഡ് നിർമ്മിക്കാനാണ് കർണാടക സർക്കാരിൻ്റെ തീരുമാനം. കഴിഞ്ഞ നയപ്രഖ്യാപന വേളയിൽ കർണാടക ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ട് ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി. പദ്ധതിക്കായി സംസ്ഥാനം കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയും തേടിയിട്ടുണ്ട്. ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ നോർവേയിലെ 24.5 കിലോമീറ്റർ നീളമുള്ള ലേർഡൽ ടണലിൻ്റെ റെക്കോർഡായിരിക്കും നമ്മൾ മറികടക്കുക.